ഇന്നലെ മണികർണയിൽ നിന്ന് മണാലി പോയി. കാരണം സ്പിറ്റിവാലി പോകാൻ വേണ്ടി എളുപ്പ റൂട്ട് മണാലി ആയതുകൊണ്ട് അങ്ങോട്ട് പോയി. പക്ഷേ അതുവഴിയും കനത്ത മഞ്ഞ് വീഴ്ച ആയതുകൊണ്ട് ബൈക്കൊന്നും വിടുന്നില്ല. അങ്ങനെ വീണ്ടും തിരിച്ച് ഇതുവഴി തന്നെ വന്ന് എന്താ പറയുക, കുറേ റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. അതുവഴി തന്നെ വീണ്ടും വന്ന് അങ്ങനെ അവസാനം വേറൊരു വഴിയുണ്ട്, ഇങ്ങനെ ലുഹരി കൽപ്പ വഴി ഒരു റൂട്ടുണ്ട് സ്പിറ്റിവാലിയിലേക്ക്. കുറേ കറങ്ങണം. മറ്റേതൊരു 170 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി, ഇത് 500ഓളം കിലോമീറ്റർ സഞ്ചരിക്കണം മൊത്തം. എന്തായാലും അങ്ങനെ കറങ്ങി വരാൻ വേണ്ടി വന്ന് ഇപ്പം ഇന്നലെ ഇവിടെ രാംപൂർ എന്ന സ്ഥലത്ത് മുറിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കണം. മുറി കുറേ താഴെയാണ്, അതായത് മേലെ റോഡ് സൈഡിൽ നിന്ന് മേലെ ഒരു ഭാഗത്ത് കെട്ടിടത്തിൻ്റെ മേലോട്ടൊരു ബ്രിഡ്ജ് ഉണ്ടാക്കി അവിടെ നിന്ന് ബൈക്ക് പാർക്ക് ചെയ്തില്ല. അവിടെ നിന്ന് കുറേ താഴേക്ക് ഇറങ്ങണം മുറിയിലേക്ക്. ഇവിടുന്ന് ബാഗ് കൊണ്ടുപോയി കെട്ടി വെച്ച് സമയം ഒരു 6 മണിക്ക് തന്നെ കെട്ടിവെക്കൽ തുടങ്ങിയത് ഇപ്പോൾ 7 മണിയായി ഇറങ്ങണം. ഇത് കുറേ കയറ്റം കയറേണ്ടത്. ബൈക്ക് നല്ല സ്ഥലാട്ടാ, നല്ലൊരു താഴ്വരയാണ്. ഓ കയറ്റം കയറിയപ്പോൾ കത്തിച്ച്. ഇനി ഇവിടുന്ന് നേരെ സ്പിറ്റിവാലിയിലേക്ക് 300-ൻ്റെ അടുത്ത് കിലോമീറ്റർ ഉണ്ട്. നേരത്തെ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് 6 മണിക്ക് എണീറ്റത്. എന്തായാലും വിടാം. സ്പിറ്റി എന്ന് പറഞ്ഞത് ഇന്ത്യൻ്റെയും ടിബറ്റിൻ്റെ ഇടയിലുള്ളൊരു താഴ്വരയാണ്. സ്പിറ്റി എന്ന് അർത്ഥമാക്കുന്നതും ഇത് മിഡിൽ ലാൻഡ് എന്നാണ്, അതായത് ഒരു നടുവിലുള്ള ഒരു പ്രദേശം എന്നാണ് അർത്ഥമാക്കുന്നത്.
ഇവിടുന്ന് 300ഓളം കിലോമീറ്റർ സ്പിറ്റിവാലിക്ക് ഉണ്ടെങ്കിലും അത്ര എളുപ്പത്തിലൊന്നും എത്താൻ കഴിയില്ല. കാരണം റോഡുകളുടെ അവസ്ഥ വളരെ മോശമാണെന്നാണ് അറിഞ്ഞത്. കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ഭൂപ്രകൃതി ആകെ മാറി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും മലകൾ മാത്രമാണ്. നല്ലോണം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായ പൊട്ടി പിടിച്ച റോഡുകളല്ല. റോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. റോഡ് ഉണ്ടെങ്കിലല്ലേ റോഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു വഴി അത്രമാത്രം. പല ഭാഗത്ത് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാലൊക്കെ റോഡ് നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ടാവും. ഇടയ്ക്കൊന്ന് മേലേക്ക് നോക്കാൻ നല്ലതാണ്. കാരണം ഈ ഭാഗത്ത് നല്ല കല്ല് ഉരുണ്ട് വീണ്ടു റോട്ടിക്ക്. നേരത്തെ വരുമ്പോൾ തന്നെ മുന്നിൽ കുറച്ച് മുന്നിലായിട്ട് ഒരു കല്ല് ഉരുണ്ട് വീണിരുന്നു.
അങ്ങനെ ഇന്നത്തെ യാത്ര സ്പിറ്റി വാലിയിലെ കാസയിലെത്തി അവസാനിപ്പിക്കാൻ പോവുകയാണ്. സ്പിറ്റി വാലിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.